ഹലോ, ഞാൻ വിഷ്ണുവാണ്. ട്രിവിയൻ ഫുഡ് മാസ്റ്റേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് കടലപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുക്കറിലേക്ക് കടല എടുത്തിടാം. കടല ആദ്യം കഴുകിയെടുക്കണം. 1 കിലോ കടലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഹലോ, അപ്പോൾ ഇതിൻ്റെ ഈ കുക്കറിൻ്റെ ഏകദേശം പകുതി ഭാഗം നിറയാൻ വേണ്ടി കണക്കിന് നമുക്കിതിൽ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതാ ഈ കടല നിമന്ന് വരത്തക്ക രീതിയിൽ ഇതിൻ്റെ ഏകദേശം പകുതി ഭാഗം നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സേഫായിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഗ്യാസ് കത്തിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് 4 വിസിൽ കേൾക്കുന്നവരെ നമുക്കിത് വച്ചേക്കാം. നമ്മൾ 4 വിസിലാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു 6 വിസിലായി. നമ്മളിപ്പോൾ കുക്കർ ഓഫ് ചെയ്തു. ഇപ്പോൾ ഇതിൽ എന്തായാലും വേവട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തണുത്തിട്ട് തുറക്കാം. ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിത് ഗ്രൈൻഡറിലേക്കിട്ട് ചെറുതായി കുറേശ്ശായിട്ട് അരച്ചെടുക്കാം. മുഴുവനായിട്ട് ഇട്ടാൽ മിക്കവാറും അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. ഏകദേശം ഒരു പകുതിയൊക്കെ വീതം ഇടാം. നന്നായിട്ട് അരയ്ക്കണം. നല്ല മഷി പോലെ അരഞ്ഞ് വരണം. അപ്പോൾ നമുക്കിത് അരച്ചിട്ട് കാണാം ബാക്കി. ഇനി നമുക്കിത് വാരിയെടുക്കാം. ഇത് വാരിയെടുക്കുമ്പോൾ ഇത് ഓഫാക്കിയിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ കൈയൊക്കെ ആയാൽ കൈക്കൊക്കെ കേടാണ്. ഇനി ചവ്വരി തിളപ്പിക്കാൻ പോവുകയാണ്. ചവ്വരി വേവിക്കണം. അപ്പോൾ അതിനായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം 150 ഗ്രാം ചവ്വരിയാണ് നമ്മൾ ഇടുന്നത് 1 കിലോ കടലപ്പരിപ്പിന്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാം. വെള്ളം ഇത്രയും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഈ ശർക്കര ഉരുക്കാം. അതിനായിട്ട് ശർക്കര പൊട്ടിച്ചിടാം. ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചങ്ങിട്ടാൽ മതി. 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം എടുത്താൽ മതി. ഒരു 1/2 കപ്പ് 1/4 കപ്പ് അടുപ്പിച്ച് വെള്ളം എടുത്താൽ മതി 1 കിലോ ശർക്കര ഉരുക്കാനായിട്ട്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ഒരുപാട് കൂടാതിരുന്നാൽ മതി. ഇനി നമുക്ക് ആദ്യം ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കരിയാതെ നമ്മൾ പെട്ടെന്ന് വറുത്തെടുക്കും. ഒരു ചെറിയൊരു ബ്രൗൺ ആകുമ്പോൾ തന്നെ നമ്മളിത് കോരി പോകണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് എടുത്തു വെച്ച മുന്തിരിങ്ങ കൂടി ഇടാം. ഓക്കെ, മുന്തിരിങ്ങ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുന്തിരിങ്ങ എടുക്കാം. മുന്തിരിങ്ങയ്ക്ക് അണ്ടിപ്പരിപ്പിനും പാകം 2ആണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ടാൽ ഏതെങ്കിലും ഒരെണ്ണം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ച കടല അരച്ചത് നമുക്കിതിലേക്ക് ചേർക്കാം, ഈ നെയ്യിലേക്ക്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നെയ്യിലൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇനി അരച്ച് വെച്ച ഈ കടല ഇട്ട ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര കൂടി ചേർക്കണം. എന്നാലേ അത് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ശർക്കര നമ്മൾ ഒരു അരിപ്പിൽ വെച്ച്, ഒരു സ്റ്റീൽ അരിപ്പിൽ വെച്ച് അരിച്ചാണ് എടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ അതിൻ്റെ അകത്ത് തന്നെ വീഴും. ഓക്കെ, അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലുള്ള ഈ കടല ഉണ്ടയും ഉരുളിയായിട്ട് കിടക്കാൻ പാടില്ല. എല്ലാം ഇതിൽ തന്നെ നല്ല അലിഞ്ഞ് നല്ല സെറ്റായിട്ട് വരണം.
അതിനായിട്ട് നന്നായിട്ട് ഈ തവി വെച്ചിട്ട് ഉടച്ച് ചേർക്കണം. ഇതുപോലൊരു ചെറിയ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ച് യോജിപ്പിച്ചാൽ മതി. നമ്മൾ ആദ്യം ഒഴിച്ചതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് നെയ്യ് ഒഴിക്കണം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നെയ്യ് കുറച്ചും കൂടി ഒന്ന് ഒഴിക്കാം. ഇതിൻ്റെ ജലാംശം എല്ലാം വറ്റിച്ച് നല്ല വരട്ടിയെടുക്കണം, എന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇതിന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കണം. തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് ഇത് വാങ്ങിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വറ്റി വരണം, എങ്കിലേ ശരിയാകത്തുള്ളൂ. ഇനി ഇതിലേക്ക് ചവ്വരി ചേർക്കാം. നമുക്കിനി ചവ്വരി ചേർക്കാം. ഇനി ചവ്വരി നന്നായിട്ട് ഇളക്കി ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം. നമ്മൾ രണ്ടാം പാല് തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ടാം പാല് ചേർക്കാം. അതായത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഈ ഒന്നാം പാല് രണ്ടാം പാലും ഉണ്ടാക്കുന്നതും അതിൻ്റെ വ്യത്യാസവും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ തേങ്ങ തിരികെ എടുത്ത ഉടനെ തന്നെ അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് ഒന്നാം പാല്. അതിനുശേഷം അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വീണ്ടും പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാല്. അപ്പോൾ ആദ്യം രണ്ടാം പാല് ചേർത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒന്നാം പാല് ചേർക്കണം. അങ്ങനെയാണ് വരുന്നത്. നമ്മളിത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് പച്ച തേങ്ങയാണ് നല്ലത്. അതാകുമ്പോൾ അതിൽ കൂടുതൽ തേങ്ങാപ്പാൽ കിട്ടും. നമ്മൾ രണ്ടാം പാല് 3 പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത്. കറക്റ്റായിട്ട് പായസം കുറുകി വരാൻ വേണ്ടിയാണ് അങ്ങനെ 3 തവണയായിട്ട് ചേർക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഓവറായിട്ട് തിളച്ചിട്ട് വെളിയിലേക്ക് തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ അങ്ങനെ വരത്തില്ല. അപ്പോൾ പായസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ചതച്ചെടുത്ത ഒരു 12 ഏലക്ക നമുക്കിതിലേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. നമുക്കിത് ഓഫ് ചെയ്യാം. അതായത് നമ്മുടെ പായസം റെഡിയായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് ഇതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ചേർക്കാം. അത് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കടലപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.